Hello everyone, welcome back to my channel. And today I'm going to talk about Kerala State Syllabus Biology First Chapter Sensations and Responses. So let's start. So as you know, the nervous system is a part of an animal that coordinates its actions by transmitting signals to and from different parts of its body. The nervous system detects environmental changes that impact the body, then works in the tandem with the endocrine system to respond to such events. മനസ്സിലായോ പറഞ്ഞത് വല്ലതും? അപ്പോൾ നമുക്കറിയാം ഈ സെൻസേഷൻ ആണെങ്കിലും റെസ്പോൺസസ് ആണെങ്കിലും ഇതെല്ലാം നമ്മളെ നെർവസ് സിസ്റ്റവുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നെർവസ് സിസ്റ്റമാണ് നമ്മളെ എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ്, എൻവിറോൺമെൻറ്റിൽ എന്തൊക്കെ ചേഞ്ചസ്, ഇപ്പോൾ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ തണുപ്പുണ്ടെന്നും അതേപോലെ തന്നെ ചൂട് കാലത്ത് ചൂടുണ്ടെന്നും എല്ലാം നമ്മളെ ബോഡിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മളെ ബോഡിയിലുള്ള നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ അത് എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ ബോഡി സെൻസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മളെ ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ഒരു 5 ടേംസ് ഫസ്റ്റായിട്ട് പഠിക്കുകയാണ്. സ്റ്റിമുലായ്, റിസപ്റ്റേഴ്സ്, നെർവസ് സിസ്റ്റം, ന്യൂറോൺ, നെർവ്. ഓക്കെ, വാട്ട് ഈസ് സ്റ്റിമുലായ്? സ്റ്റിമുലായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ്. സ്റ്റിമുലായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ്. സോ സ്റ്റിമുലായ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ്. നമ്മളൊക്കെ ഓർഗാനിസംസ് ആണ്. അപ്പോൾ നമ്മളെ ബോഡിയിൽ ഒരു റെസ്പോൺസ് ഇവോക്ക് ചെയ്യാൻ പറ്റുന്ന സെൻസസിനെ വി ക്യാൻ കോൾഡ് സ്റ്റിമുലായ്. ദോസ് സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം. ഇപ്പോൾ നമ്മൾ ഒരാൾ അടിച്ചു, നമ്മൾ പെട്ടെന്ന് എന്താകും റിയാക്ട് ചെയ്യും, ഒന്നെങ്കിൽ നമ്മൾ അവരെ ചീത്ത പറയും, അല്ലെങ്കിൽ നമുക്ക് വേദന ഹാ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ഒച്ചപ്പെടുത്തും. ആ ഒരു റെസ്പോൺസ് നമ്മളെ ബോഡിയിൽ ഇവോക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊരു സെൻസസിനെയും നമുക്ക് എന്ത് പറയാം? സ്റ്റിമുലായ് എന്ന് പറയാം. ഓക്കെ, സോ ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് വി ക്യാൻ കോൾഡ് സ്റ്റിമുലായ്. ഓക്കെ ആണല്ലോ. ദ നെക്സ്റ്റ് വൺ ഇസ് റിസപ്റ്റേഴ്സ്. വാട്ട് ആർ റിസപ്റ്റേഴ്സ്? എന്താണ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ ബോഡി പാർട്സ് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലായ്. ഈ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ഇത് നമ്മളെ സെൻസ് ഓർഗൻസിൽ സെൻസ് ചെയ്യുന്ന ഓർഗൻസ് ഉണ്ട് നമ്മളെ ബോഡിയിൽ ഒരുപാട്. അപ്പം ഈ സെൻസ് ചെയ്യുന്ന ഓർഗൻസിൻ്റെ മുകളിലും അതേപോലെ തന്നെ ബോഡിയുടെ ബാക്കിയുള്ള പാർട്സിലും കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെ എന്ത് പറയാം? റിസപ്റ്റേഴ്സ് എന്ന് പറയാം. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് റിസീവ് ദ സ്റ്റിമുലായ്. അതെന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിമുലായിനെ റിസീവ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ് സ്റ്റിമുലായ് എന്ന് പറഞ്ഞു? എന്താണ് സ്റ്റിമുലായ്? ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ഓർഗാനിസം. ഓർഗാനിസത്തിൽ റെസ്പോൺസ് ഇവോക്ക് ചെയ്യുന്ന എന്തോ ഒരു സംഭവം നമ്മളെ ബോഡിയിൽ തട്ടുന്ന സമയത്താണ് നമ്മൾ അത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം ആ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുന്ന സെൽസിനെ, സ്പെഷ്യലൈസ്ഡ് സെൽസിനെ നമുക്ക് എന്ത് പറയാം? റിസപ്റ്റേഴ്സ്. ഓക്കെ, സോ റിസപ്റ്റേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ ബോഡി പാർട്സ് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലായ്. ദാറ്റ് ഈസ് റിസപ്റ്റേഴ്സ്. അതാണ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, so stimuli, receptors. The next one is nervous system. എന്താണ് നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം ദാറ്റ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ദ റെസ്പോൺസ് ആക്ഷൻസ്. എന്തൊക്കെ സ്റ്റിമുലായി കാരണം എന്തൊക്കെ റെസ്പോൺസ് ആ ഒരു ബോഡിയിൽ ഉണ്ടായി, ആ ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഉണ്ടായി, ആ എല്ലാ ഇതിനെയും നമുക്ക് എന്താ പറയുക, ആ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്ന ഇതിനെ നമുക്ക് എന്താ പറയുക, ആക്ഷൻസിനെ വി ക്യാൻ കോൾഡ്. അത് ചെയ്യുന്നത് ആരാണ്? നെർവസ് സിസ്റ്റമാണ്. ഒരു സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, so that controls and coordinates all the response actions. Okay ആണല്ലോ. The next one is neuron. What is neuron? എന്താണ് ന്യൂറോൺ? സോ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ യൂണിറ്റാണ് ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ചോക്ക് എടുത്ത് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ 2-3 കഷ്ണമാക്കി അതിനെയും പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് കാണാം. ആ മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ വി ക്യാൻ കോൾഡ് ദീസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ചോക്ക് നമുക്ക് പറയാം അല്ലേ. ആ ചെറിയ മൈന്യൂട്ടായിട്ട് പാർട്ടിക്കിൾസിനെ ഒന്നിച്ച് കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ചോക്ക് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് നമുക്ക് ബേസിക് യൂണിറ്റ് എന്ന് പറയാം. അതേപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റാണ് എന്ത്? ന്യൂറോൺ. സോ ന്യൂറോൺ ആർ ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. ഓക്കെ ആണല്ലോ. സോ ദ നെക്സ്റ്റ് ടേം ഇസ് നെർവ്.
നെർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ആണ്. അപ്പോൾ പുതിയൊരു ടേം അവിടെ വന്നു. ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ്, ഒരു ആക്സോൺസിൻ്റെ ഒരു കൂട്ടത്തെയാണ് നമ്മളെന്താ പറയുന്നത് നെർവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്. അപ്പം ആക്സോൺ എന്ന് പറയുന്നത് ഒരു പുതിയ ടേമാണ്. എന്താണ് ആക്സോൺ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ നെർവ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ന്യൂറോണിൽ കാണപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, അതിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് ആക്സോൺ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് അത്രയും മാത്രമേ നിങ്ങൾ അറിയാം. ഓക്കെ, അപ്പം ഓക്കെ ആണല്ലോ ആ പോർഷന്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സ്റ്റിമുലായി, റിസപ്റ്റേഴ്സ്, നെർവസ് സിസ്റ്റം, ന്യൂറോൺ, നെർവ്. ഓക്കെ, സോ സ്റ്റിമുലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the senses that evoke responses in organism. Receptors means these are the specialized cells in the sense organs and other parts of the body to receive stimuli. What is nervous system? Controls and coordinates all the response actions. Neuron means these are the basic structural unit of the nervous system. Nerve means a group of axons. Okay, so we can classify stimuli into two. നമുക്ക് സ്റ്റിമുലൈനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സ്റ്റേണൽ സ്റ്റിമുലായി ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലായി. എക്സ്റ്റേണൽ സ്റ്റിമുലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള സ്റ്റിമുലായി, അതാണ് എക്സ്റ്റേണൽ സ്റ്റിമുലായി. ഇൻറ്റേർണൽ മീൻസ് വിത്തിൻ ദ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഫീൽ ചെയ്യാണ്, ഹങ്കർ ഫീൽ ചെയ്യാണ്, തേഴ്സ്റ്റ്, ദാഹം ഫീൽ ചെയ്യാണ്, അല്ലെങ്കിൽ ഹെഡേക്ക്, തലവേദന, ഇതൊക്കെ നമുക്കൊരു സെൻസാണ്. അപ്പം ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ ആയിട്ട് വരുന്ന സെൻസസിനെ വി ക്യാൻ കോൾഡ് ഇൻറ്റേർണൽ സ്റ്റിമുലായി. ഓക്കെ, ദോസ് സെൻസസ് ദാറ്റ് ഇവോക്ക് ഫ്രം ഇൻസൈഡ്, വിത്തിൻ ദ ബോഡിയിൽ നിന്ന് തന്നെയാണ് അത് ഇവോക്ക് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ കോൾഡ് ഇൻറ്റേർണൽ സ്റ്റിമുലൈ. എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഔട്ട്സൈഡ്, ഫ്രം ദ എൻവറോൺമെൻറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടച്ച്, ലൈറ്റ്, സൗണ്ട്, സ്മെല്ല്, ഇതൊക്കെ സ്മെല്ലൊക്കെ നമുക്ക് പുറത്തുനിന്നുള്ള ഓരോ ഇതാണ്. ഇപ്പം ഒരു നിങ്ങളെ വീട്ടിൽ ചിക്കൻ ബിരിയാണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ ചിക്കൻ ബിരിയാണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വാവ് നല്ല സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് നിങ്ങളത് ഇവോക്ക് ചെയ്യുന്നത്? നിങ്ങളെ ബോഡിയിൽ ആ ഒരു പറയാനുള്ള ആ ഒരു ഇത് റെസ്പോൺസ്, നിങ്ങൾ പറയുന്നത് റെസ്പോൺസാണ്. അതെങ്ങനെയാണ് നിങ്ങളെ ഇവോക്ക് ചെയ്യിപ്പിച്ച് സ്മെല്ലിലൂടെ വന്നിട്ട്. ഓക്കെ, സോ സ്റ്റിമുലൈസിനെ വി ക്യാൻ ക്ലാസിഫൈ ഇൻ ടു ടു, എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലൈ. ഓക്കെ, so there is a question here. How does the body receive stimuli? ഹൗ ഡസ് ദ ബോഡി റിസീവ് സ്റ്റിമുലൈ? എങ്ങനെയാണ് ബോഡി സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുന്നതെന്ന്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 5 ടേംസ് പറഞ്ഞ സമയത്ത് അതിലേതായിരിക്കും അതിൽ ആൻസർ വരുന്നത്? റിസപ്റ്റേഴ്സ് അല്ലേ? സോ ദർ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലൈ. നമ്മൾ എങ്ങനെയാണ് സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്റ്റിമുലൈസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസ് ഓർഗൻസിലും അതേപോലെ തന്നെ അതർ ബോഡി പാർട്സിലും എന്തുണ്ട്? സ്പെഷ്യലൈസ്ഡ് സെൽസ് ഓർഗൻസ് ഉണ്ട്. സോ ദർ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് organs and other parts of the body to receive stimuli. These cells we can called receptors. ഈ സെൽസിനെ നമ്മൾ എന്ത് പറയുന്നത്? റിസപ്റ്റേഴ്സ് എന്നാണ് പറയുക. They receive stimuli and generate suitable impulses. ഇതിൻ്റെ ഫങ്ഷൻസ് സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, they generate suitable impulses. Okay, they generate impulses. അത് ഇമ്പൾസസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റ് ചെയ്യുന്നുണ്ട്. Okay, so that's the function. So they receive stimuli and generate impulses. Okay, so receptors are specialized cells in the sense organs and other parts of the body to receive stimuli. And they receive stimuli and generate impulses. And responses occur when the impulses generated by the receptors on receiving the stimuli reach the brain. സോ നമ്മൾ പറഞ്ഞു റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബിരിയാണിയുടെ സ്മെല്ല് കേട്ട സമയത്ത് വാവ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതെങ്ങനെ നമ്മൾ പറഞ്ഞോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് അവിടെ ബിരിയാണി വെക്കുന്നുണ്ട് എന്നുള്ള സ്മെല്ലിലൂടെ എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു റെസ്പോൺസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഇമ്പൾസസ് ജനറേറ്റഡ് ബൈ ദ റിസപ്റ്റേഴ്സ്. നമ്മൾ സ്മെല്ല് വരുന്ന സമയത്ത് അതായത് മൂക്കിലൂടെ നമ്മൾ ഈ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഈ ഒരു സെൻസിനെ ഇമ്പൾസാക്കി ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അതിനെ എങ്ങോട്ട് എത്തിക്കും? ബ്രെയിനിലേക്ക് എത്തിക്കും. ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യാണ്, യെസ് ദർ ഇസ് എ ബിരിയാണി, അവിടെ ഒരു ബിരിയാണി ആരോ വെക്കുന്നുണ്ട് അല്ലേ? അപ്പം ബ്രെയിനാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പം ബ്രെയിനിലേക്ക് ഇതിനെ എത്തിക്കുക എന്നുള്ള ഫംഗ്ഷനും ആരാ ചെയ്യുന്നത്? റിസപ്റ്റേഴ്സാണ്. അപ്പം ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് റിസപ്റ്റേഴ്സ് ചെയ്യുന്നത്. അതിനെ ബ്രെയിനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ റെസ്പോൺസ് ഉണ്ടാക്കിപ്പിക്കാൻ സഹായിക്കുന്നത് ആരാണ്? റിസപ്റ്റേഴ്സാണ്. ആൻഡ് ദ നെർവ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദീസ് ആക്ഷൻസ്. സോ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. As we already studied, that is what these are the basic structural unit of the nervous system. Neuron means these are the basic structural unit of the nervous system. So just see the
diagram of neuron. See, there is dendrite is there, cytoplasm is there, cell body is there, dendron is there, nucleus is there, axon, axonite, synaptic knob. So, see the first portion. That is cytoplasm. You can see a cytoplasm. Cytoplasm is there, and within the cytoplasm you can see the nucleus and the cell body is there. Okay, and small branches are there, short filaments are there, and long filaments are there. So this short filament we can call the dendron. Okay, short filament we can call the short filament from the cell body. Cell body il ninnu varuna short aayittulla filament we can call the dendron, and that carries impulses from dendrite to the cell body. ഡെൻഡ്രൈറ്റ്സിൽ നിന്ന് ഇമ്പൾസസിനെ സെൽ ബോഡിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ. ഓക്കെ, സോ ഡെൻഡ്രോൺ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ ഡെൻഡ്രൈറ്റ്സ് ടു ദ സെൽ ബോഡി. ഓക്കെ, then next one is axon. What is axon? Axon means it is the longest filament from the cell body. Longest filament ആണ് സെൽ ബോഡിയിൽ നിന്നുള്ള longest filament we can call the axon, and that carry impulses from the cell body to outside. സെൽ ബോഡിയിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നത് ആരാണ്? ആക്സോൺ ആണ്. ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് ന്യൂറോണിൻ്റെ ഉള്ളിലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുവരുന്നത് ഡെൻഡ്രോൺ. ആൻഡ് ആക്സോൺ എന്താ ചെയ്യുന്നത്? ഇമ്പൾസസിനെ എങ്ങോട്ടാണ് ക്യാരി ചെയ്യുന്നത്? സെൽ ബോഡിയിൽ നിന്ന് ടു ഔട്ട്സൈഡ്, ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. സോ ഓക്കെ അല്ല, ഡെൻഡ്രോൺ ആൻഡ് ആക്സോൺ. ഡെൻഡ്രോൺ മീൻസ് ഇറ്റ്സ് എ ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി ദാറ്റ് ക്യാരി ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു ദ സെൽ ബോഡി. ആക്സോൺ മീൻസ് ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി ദാറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ട് ടേം ഉണ്ട്. ഈ ഡെൻഡ്രോണെയും അതേപോലെ തന്നെ ആക്സോണെയും ബന്ധപ്പെട്ട് തന്നെ രണ്ട് ടേംസ് ഉണ്ട്, ആക്സോണൈറ്റ് ആൻഡ് ഡെൻഡ്രൈറ്റ്. എന്താണ് ഡെൻഡ്രൈറ്റ്? ഡെൻഡ്രോണുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഡെൻഡ്രൈറ്റ്. സോ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ വി ക്യാൻ കോൾഡ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസിനെ വി ക്യാൻ എന്ത് പറയാം? വി ക്യാൻ കോൾഡ് ഡെൻഡ്രൈറ്റ്. ഓക്കെ, പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടടുത്ത് വേറൊരു ന്യൂറോൺ ഉണ്ട്. ഒരു ന്യൂറോൺ എന്നല്ല, ഒരുപാട് ന്യൂറോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് ഇമ്പൾസസ് റിസീവ് ചെയ്യുന്നത്, ഇമ്പൾസസിനെ വാങ്ങുന്നത് ആരാണ്? ഡെൻഡ്രൈറ്റ്സ് ആണ്. ഓക്കെ, സോ ഡെൻഡ്രൈറ്റ് മീൻസ് ദീസ് ആർ ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടടുത്ത് ന്യൂറോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഇമ്പൾസസ് ആരാ കൊണ്ടുവരുന്നത്? ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് എന്തായിരിക്കും? അപ്പം ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ആണെങ്കിൽ ആക്സോണൈറ്റ് മീൻസ് ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. സിമ്പിൾ. Okay, so axonite are branches of axon that carry impulses to the synaptic knob. Synaptic knobiലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ആക്സോണൈറ്റിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, that carries impulses to the synaptic knob. സോ നമ്മൾ അവിടെ ഒരു പുതിയൊരു ടേം വന്നു. എന്താണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഡയഗ്രാം നോക്കുന്ന സമയത്ത് നോക്കൂ, അവിടെ സ്ക്വാൻ സെൽസ് ഉണ്ട് അല്ലേ? ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് സ്ക്വാൻ സെൽസ് ഉണ്ട്. സോ ദീസ് സ്ക്വാൻ സെൽസ് എൻസർക്കിൾ ദ ആക്സോൺ. സ്ക്വാൻ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്സോണിനെ എൻസർക്കിൾ ചെയ്യുന്നുണ്ട്, സറൗണ്ട് ചെയ്തുകൊണ്ടുണ്ട്. അതാണ് സ്ക്വാൻ സെൽസ്. അപ്പം സ്ക്വാൻ സെൽസ് സറൗണ്ട്സ് ദ ആക്സോൺ. ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്നുണ്ട് സ്ക്വാൻ സെൽ. SCHWANN, സ്ക്വാൻ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിനാപ്റ്റിക് നോബ്. നമ്മൾ പറഞ്ഞ ആക്സോണൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ആണ് ദാറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ചെറിയ ചെറിയ നോബ് പോലെയുള്ള ചെറിയ സ്ട്രക്ചർ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ? അതിനാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പം ടിപ്പ് ഓഫ് ആക്സോണൈറ്റ് ആണ് എന്ത്? synaptic knob. So synaptic knob are the tip of axonite that secrete neurotransmitter. അത് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സിനാപ്റ്റിക് നോബ്, ദീസ് ആർ ദ ടിപ്പ് ഓഫ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൻ്റെ ടിപ്പിനെ വി ക്യാൻ കോൾഡ് സിനാപ്റ്റിക് നോബ് ആൻഡ് ദാറ്റ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഒരു പുതിയൊരു വേർഡ് വന്നവിടെ, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു ടേം വന്നു. എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, സ്ക്വാൻ സെൽസ്, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഇത്രയും പുതിയ ടേംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, സ്ക്വാൻ സെൽസ്, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. അപ്പോൾ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യാം. അതായത് പാർട്സ് ഓഫ് ന്യൂറോൺ,
ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്തിട്ട് 3 കോളമാക്കിയിട്ട് എഴുതാം. അതിൽ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, സ്ക്വാൻസെൽ, ആക്സോണൈറ്റ്. ഒരു ഫസ്റ്റ് കോളത്തിൽ ഇത്രയും കാര്യങ്ങൾ എഴുതാം. ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ആണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. ഡെൻഡ്രോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അത് ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡിയാണ്. ദാറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു ദ സെൽ ബോഡി. ആൻഡ് സ്ക്വാൻസെല്ലോ ദാറ്റ് എൻസർക്കിൾ ദ ആക്സോൺ. ആക്സോണിനെ എൻസർക്കിൾ ചെയ്തിരിക്കുന്നതാണ് സ്ക്വാൻസെൽസ്. ആൻഡ് ഫോർമേഷൻ ഓഫ് വാട്ട് ഇസ് എ ഫംഗ്ഷൻ? ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീറ്റ്. മൈലിൻ ഷീറ്റിൻ്റെ ഫോർമേഷനാണ്. സോ ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീറ്റ്, പുതിയൊരു ടേം വന്നു, മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഫംഗ്ഷനാണ്, സ്ക്വാൻസെല്ലിൻ്റെ ഫംഗ്ഷനാണ്. എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്സോൺ. ആക്സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി ആൻഡ് ദാറ്റ്സ് എ ഫംഗ്ഷൻ ആസ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. Okay, axonite branches of axon carries impulses to the synaptic knob. Okay, the next synaptic knob, tip of axonite, what is the function? Secretes a neurotransmitter. Okay, here you have studied one new word, that is myelin sheet. അല്ലേ, നിങ്ങൾ മൈലിൻ ഷീറ്റ് എന്ന് ഞാൻ പറഞ്ഞതിൽ അതിൽ ഏതിൻ്റെ ഫംഗ്ഷനായിട്ടാണ്? സ്ക്വാൻ സെല്ലിൻ്റെ ഫംഗ്ഷനായിട്ട് ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീറ്റ് ഞാൻ പറഞ്ഞു അല്ലേ. സോ വാട്ട് ഈസ് മൈലിൻ ഷീറ്റ്? എന്താണ് മൈലിൻ ഷീറ്റ്? ആക്സോൺസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ് ആർ റിപ്പീറ്റഡ്ലി എൻസർക്കിൾഡ് ബൈ മൈലിൻ എ മെംബ്രെയിൻ കണ്ടെയ്നിങ് ലിപ്പിഡ്. അതായത് ആക്സോൺസിൻ്റെ മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസിൻ്റെ ആക്സോൺസ് എന്ന് പറയുന്നത് അതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ട്. അതിനെ പറഞ്ഞ പേരാണ് മൈലിൻ. ഓക്കെ, അതൊരു മൈലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ മെംബ്രെയിൻ കണ്ടെയ്നിങ് ലിപ്പിഡ്. അതൊരു മെംബ്രെയിനാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണ്? അത് ഇറ്റ് ഈസ് ഫോംഡ് ബൈ മീൻസ് ഓഫ് ലിപ്പിഡ്. അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? ലിപ്പിഡാണ്. ഓക്കെ, സോ മൈലിൻ ഷീറ്റ് ഇസ് ഫോംഡ് ഓഫ് സ്ക്വാൻസെൽ. മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്വാൻസെൽസ് കൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സ്ക്വാൻസെല്ലാണ്. മൈലിൻ ഷീറ്റിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വാൻസെൽസ് നമുക്ക് പറയാം. അപ്പം ഈ മൈലിൻ ഷീറ്റ് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് ഇസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ബ്രെയിനിലെയും അതേപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെയും മൈലിൻ ഷീറ്റ് ഫോം ചെയ്തിരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് കൊണ്ടാണ്. അവിടെ മാത്രം നല്ല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പം ആ ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് എന്ന് പറയുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഷൈനി വൈറ്റ് ഇൻ കളറാണ്. അതിൻ്റെ കളറ് ഷൈനി, നല്ല വെട്ടിത്തിളങ്ങുന്ന പോലുള്ള ഒരു വൈറ്റ് കളറാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മൈലിൻ ഷീറ്റ്. അപ്പോൾ മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആക്സോൺസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ് ആർ റിപ്പീറ്റഡ്ലി എൻസർക്കിൾഡ് ബൈ മൈലിൻ എ മെംബ്രെയിൻ കണ്ടെയ്നിങ് ലിപ്പിഡ്. ആൻഡ് ദിസ് മൈലിൻ ഷീറ്റ് ഇസ് ഫോംഡ് ഓഫ് സ്ക്വാൻ സെൽസ് ആൻഡ് മൈലിൻ ഷീറ്റ് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് ഇസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. സോ ദിസ് ഇസ് എ ഷൈനി വൈറ്റ് ഇൻ കളർ. അപ്പം അത്രയും കാര്യങ്ങൾ ഞാനിവിടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്. എന്താണ് സ്റ്റിമുലായി, റിസപ്റ്റേഴ്സ്, നെർവസ് സിസ്റ്റം, ന്യൂറോൺ, നെർവ്, എന്താണ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിമുലൈസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹൗ ഡസ് ദ ബോഡി റിസീവ് സ്റ്റിമുലായി ആൻഡ് വാട്ട് ആർ ദ പാർട്സ് ഓഫ് ന്യൂറോൺ, ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഗിവ് എ big thumbs up and don't forget to leave your valuable questions, comments and suggestions in the comment section below. Thanks for watching. Thank you.